ഹലോ സുഹൃത്തുക്കളെ. എൻ്റെ പേര് അബിൻ ആൻഡ് ഞാൻ ഒരു പ്രൊഫഷണൽ കോച്ചാണ് ബോക്സിങ്ങിൻ്റെയും കരാട്ടയുടെയും. ആൻഡ് എല്ലാവർക്കും അറിയാം, ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുകയാണ് ഈ മാർഷൽ ആർട്സിനെ പറ്റിയും അതേപോലെ തന്നെ എൻ്റെ ബോക്സിങ് റിലേറ്റഡ് ആയിട്ടുള്ളതും എൻ്റെ വർക്കൗട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും കരാട്ടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സും കൂട്ടുകാരും ഓൺലൈൻ വഴി സോഷ്യൽ മീഡിയ വഴിയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഓൺലൈനായിട്ട് നമുക്കൊരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഇടുമെന്ന് മാർഷൽ ആർട്സിൻ്റെ. നമ്മളപ്പം ഒരു പുതിയൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. ആൻഡ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ബോക്സിങ്ങിൻ്റെയും കരാട്ടയുടെയും സെപ്പറേറ്റ് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോക്സിങ്ങിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഓക്കെ. ആൻഡ് നമ്മളപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ബോക്സിങ് ആദ്യകാലം ഡേറ്റ് ചെയ്യുന്നത് സുമേറിയൻ കൾച്ചറിലും ബാബിലോണിയൻ കൾച്ചറിലൊക്കെയാണ്. നിങ്ങളെല്ലാവരും ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടല്ലോ, അവിടെയാണ്. അതിൽ മെയിനായിട്ട് അവരുടെ ലിപിയിലും അതേപോലെ തന്നെ സ്കൾപ്ചേഴ്സിലൊക്കെ കൊത്തി വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ് ചെയ്തത്. ഓക്കെ. അത് ഒരു അറൗണ്ട് ഒരു 5000 BCE 3000 BCE കാലഘട്ടത്താണ്. ആൻഡ് നമ്മുടെ പുരാതന ഭാരതത്തിലും അതേപോലെ തന്നെ ചൈനയിലുമൊക്കെ ഈ ബോക്സിങ്ങിൻ്റെ ആദ്യകാല രൂപങ്ങൾ ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഋഗ്വേദ 1300 BC കാലഘട്ടത്താണ് അത് രചിക്കപ്പെട്ടത്. അതിൻ്റെ അകത്തും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓക്കെ. അതിന് പുരാതന ഭാരതത്തിൽ ഈ ഒരു ആർട്ടിനെ പറയുന്നത് മുഷ്ടി യുദ്ധം എന്നാണ്. ഓക്കെ. അത് പലർക്കും അറിയാമായിരിക്കാം. ഇതാണ് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ചരിത്രം. പിന്നീട് അത് വെസ്റ്റേണൈസ്ഡ് ആയി, പിന്നെ അത് പയ്യെ വന്നു. ആൻഡ് ബോക്സിങ് രണ്ടായിട്ട് തിരിഞ്ഞു. പ്രൊഫഷണൽ ബോക്സിംഗ് എന്നും അതേപോലെ തന്നെ അമച്ചർ ബോക്സിംഗ് എന്നും തിരിഞ്ഞു. ആൻഡ് പിന്നെ അതിൻ്റെ അത് ഒരുപാട് സ്റ്റൈൽസ് വന്നു. പിന്നെ ഓരോ കൺട്രീസിലോട്ട് പോകുമ്പം ഓരോരോ കൺട്രിയിലും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ശൈലികൾ ഈ ബോക്സിങ്ങിനകത്ത് കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റഷ്യൻ സ്റ്റൈല്, ക്യൂബൻ സ്റ്റൈല്, അതൊക്കെ ഒരു പാർട്ടാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തിനെ പറ്റിയാണ്? സ്റ്റാൻസിനെ പറ്റിയാണ്. ഓക്കെ. സ്റ്റാൻസ് മക്കളെ 2 തരമുണ്ട്. ഓക്കെ. അത് ഓരോരോ ആൾക്കാരുടെ വശം അനുസരിച്ചിരിക്കും. ഇപ്പൊ ചില കുട്ടികൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ അതിനൊരു പേര് പറയും, ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാൻസ്. ആൻഡ് ചില കുട്ടികൾ റൈറ്റ് ഹാൻഡ് ആയിരിക്കും, അപ്പം റൈറ്റ് ഹാൻഡ് സ്റ്റാൻസ്. ഓക്കെ. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാൻസ് ലെഫ്റ്റീസ്, ഇടത്തന്മാരെന്ന് പറയും. ഓക്കെ. പ്രത്യേകിച്ച് ഞാനൊരു ലെഫ്റ്റിയാണ്. ആൻഡ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാൻസിന് ബോക്സിങ്ങിന് ഒരു പേര് പറയും. അതിൻ്റെ പേരാണ് സൗത്ത് പാ. ഓക്കെ. സൗത്ത് പാ എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാൻസിൻ്റെ പേര്. ഓക്കെ. ആൻഡ് റൈറ്റ് ഹാൻഡ് സ്റ്റാൻസിന് എന്ത് പറയും? ഓബിയസ്ലി നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നതും അതേപോലെ തന്നെ കോമൺലി ഉള്ളതും റൈറ്റ് ഹാൻഡ് സ്റ്റാൻസ് ആണ്, അല്ലേ? റൈറ്റ് ഹാൻഡ് സ്റ്റാൻസിന് നമ്മളൊരു പേര് പറയും. അതിനെയാണ് ഓർത്തഡോക്സ് സ്റ്റാൻസ്. എന്താണ് ഓർത്തഡോക്സ് സ്റ്റാൻസ്? നമ്മൾ ഓർത്തഡോക്സ് സ്റ്റാൻസും സൗത്ത് പാ സ്റ്റാൻസും നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതെങ്ങനെ നിൽക്കും? ഇതിനൊരു ചെറിയൊരു ട്രിക്കുണ്ട്. ഓക്കെ. കണ്ടു പഠിക്കുക. ആൻഡ് എല്ലാവർക്കും പേടിക്കൊന്നും വേണ്ട. ബോക്സിങ് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇന്ന ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പം നമുക്കൊരു ഒരു 4 to 5 വയസ്സ് മുതലും അതേപോലെ തന്നെ 40-50 വയസ്സിലുള്ള ആ ഒരു നല്ല ഏജുള്ള ആൾക്കാർക്കും ബോക്സിങ് പ്രാക്ടീസ് ചെയ്യാം. ഇത് കാണുന്ന എല്ലാവരും നോട്ടീസ് ചെയ്യുക. നിങ്ങളാരും ലേറ്റായിട്ടില്ല, എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് തുടങ്ങാം. ഓക്കെ സുഹൃത്തുക്കളെ. നമുക്ക് ആദ്യം ഞാൻ ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം, ഈ സ്റ്റാൻസ് എങ്ങനെ നിൽക്കുന്നതെന്ന്. ഇത് നമ്മൾ വരച്ച് ചെയ്യുക എന്ന് പറയും. നോർമലി ഇവിടെ ഉള്ള എല്ലാ ബോക്സേഴ്സും എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം ബോക്സിംഗ് കോച്ചസും പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ. നമുക്കത് ചെയ്യാം. സുഹൃത്തുക്കളെ, നമ്മളപ്പം എങ്ങനെയാണ് ബോക്സിംഗ് സ്റ്റാൻസ് നിൽക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ. ആദ്യം നമ്മളിങ്ങനെ അറ്റൻഷനായിട്ട് നിൽക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഓർത്തഡോക്സ് സ്റ്റാൻസ് ആണ്. ശ്രദ്ധിക്കുക, ഓർത്തഡോക്സ് മീൻസ് റൈറ്റ് ഹാൻഡ് സ്റ്റാൻസ്. എല്ലാവരും പഠിച്ചല്ലോ. ഓക്കെ. നമുക്കിപ്പം സിലബസിലോട്ട് കിടക്കാം.
അറ്റൻഷനായിട്ട് നിൽക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റ് ലെഗ് എൽ ഷേപ്പിലോട്ട് വെക്കുക. എങ്ങനെയാ? എൽ ഷേപ്പിലോട്ട് വെക്കുക. ഓക്കെ, എൽ ഷേപ്പിലോട്ട് വെച്ചല്ലോ. ഇനി ഈ എൽ ഷേപ്പിൽ വെച്ച കാല് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, കാല് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചല്ലോ. ഇനി അടയാളം വരയ്ക്കണം. ഇതിനായിട്ട് ഇപ്പം നമ്മൾ കാർപ്പറ്റ് ആയതുകൊണ്ട് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ചോക്ക് വെച്ചോ എന്തെങ്കിലും മാർക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ടേപ്പ് എടുത്തു. ടേപ്പ് എടുത്തല്ലോ. ടേപ്പ് നമ്മൾ ആദ്യം വെച്ചിട്ട് നമ്മൾ ഇവിടെ, ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ഒട്ടിച്ചു. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാനായിട്ടാണ്. ആൻഡ് ഇതേപോലെ തന്നെ നമ്മുടെ ഉപ്പൂറ്റി, നമ്മുടെ ബേക്കിലത്തെ ഹീലിൻ്റെ ബേക്കിന് നമ്മളിത് ഒട്ടിക്കുക. ഓക്കെ, എങ്ങനെ ഒട്ടിക്കണം? അത്യാവശ്യം നല്ല രീതിയിൽ വരയ്ക്കുക. ഹീലിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നല്ലപോലെ തന്നെ ബേക്കിൻ്റെ ഇവിടെ വെച്ചിട്ട് ഓക്കെ ഒട്ടിച്ചല്ലോ. ഇപ്പം നമ്മൾ രണ്ട് ആംഗിളിൽ നമ്മൾ കാല് വെച്ചു. ഇപ്പം നമ്മൾ ബേക്കിൽ വലുതായിട്ട് ഒട്ടിച്ചു, ഫ്രണ്ടിൽ തള്ള വിരലിൻ്റെ അവിടെ ചെറുതായിട്ട് ഒട്ടിച്ചു. എൻ്റെ പിന്നെയും നമ്മൾ ഒരു വട്ടം കൂടി ഇത് സ്റ്റിക്ക് ചെയ്യണം. എടുത്തിട്ട് നമ്മളെ റൈറ്റ് ലെഗിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ വെർട്ടിക്കലി ഒട്ടിക്കുക, വലിയ രീതിയിൽ ഒട്ടിക്കുക. ഓക്കെ, വലിയ രീതിയിൽ ഒട്ടിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കാലിവിടെ വെക്കുക, ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു അടയാളം പെടുത്തുക, അറ്റൻഷനായിട്ട് നിൽക്കുക. ആദ്യം നമ്മുടെ റൈറ്റ് ലെഗ് എൽ ഷേപ്പിൽ വെക്കുക. എൽ ഷേപ്പിൽ വെച്ച ലെഗ് നേരെ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീലിൻ്റെ ഭാഗം, ഉപ്പൂറ്റിയുടെ ഭാഗം, ഏത് റൈറ്റ് ലെഗിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു പ്ലസ് സൈൻ വരയ്ക്കുക. ഇതേപോലെ പ്ലസ് സൈൻ വരച്ചല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണ്. പ്ലസ് സൈൻ്റെ ഈ ഭാഗത്തൊരു കോളം കണ്ടില്ലേ? ഇവിടെയാണ് നമ്മളെ കാല് വെച്ചത്. അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഈ ഭാഗം കണ്ടല്ലോ. സോ ആ ഭാഗത്തേക്ക് നമ്മുടെ ലെഗ് എടുത്ത് പ്ലേസ് ചെയ്യുക. ഓക്കെ, ലെഗ് എടുത്ത് പ്ലേസ് ചെയ്യുക. പ്ലേസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മിക്ക ആൾക്കാരും ചെയ്യുന്നത് മുട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും. രണ്ട് മുട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും. കംപ്ലീറ്റ്ലി മിസ്റ്റേക്ക് ആണ്. നമ്മുടെ രണ്ട് മുട്ടും ബെൻഡ് ചെയ്ത് വെക്കുക. സോ രണ്ട് മുട്ടും സെയിം ലെവലിൽ നമ്മൾ ബെൻഡ് ചെയ്ത് നിൽക്കണം. ബെൻഡ് ചെയ്ത് നിൽക്കുന്നത് എന്തിനാണ്? ബെൻഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടാനായിട്ട്. സിമ്പിൾ കാര്യം. അപ്പം ആൻഡ് ബെൻഡ് ചെയ്ത് നിൽക്കാൻ നേരത്തെ നമ്മുടെ ബോഡി ഉണ്ടല്ലോ, ബോഡി ഒരിക്കലും ഫ്രണ്ടിലോട്ട് പോവുകയും ചെയ്യല്, ഒരിക്കലും ബേക്കിലോട്ട് പോവുകയും ചെയ്യരുത്. ബോഡി എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, രണ്ട് മുട്ടും ബെൻഡ് ചെയ്യുക, കറക്റ്റ് നമ്മൾ വരച്ച് ഈ ലെവലിൽ നിൽക്കുക. സിമ്പിൾ. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൗത്ത് പോ സ്റ്റാൻസിൽ ഇതേപോലെ തന്നെ എങ്ങനെ നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ കാലിങ്ങനെ വെച്ചു. ഓക്കെ, കാല് നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ചു. ഇവിടെ നമ്മൾ ഒരു ക്രോസ് നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ കാല് അറ്റൻഷനായിട്ട് വെച്ചു. ആൻഡ് സൗത്ത് പോ പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാൻസ് ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാൻസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് ലെഗ് ആദ്യം എൽ ഷേപ്പിൽ വെക്കണം. ലെഫ്റ്റ് ലെഗ് ആദ്യം എന്ത് ചെയ്യണം? എൽ ഷേപ്പിൽ വെക്കണം. എൽ ഷേപ്പിൽ വെച്ച ലെഫ്റ്റ് ലെഗ് എന്ത് ചെയ്യണം? അത് പിന്നീട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഓക്കെ, കണ്ടല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചല്ലോ. ഇനി നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടെ ചെയ്തതുപോലെ ഒരു പ്ലസ് സൈൻ വരയ്ക്കും. ഓക്കെ, നമുക്ക് ചെയ്യാം.
ഇങ്ങനെ ജസ്റ്റ് ബേക്കിലൊന്ന് ഒട്ടിച്ചെന്നേ മോനെ. ആ ഒട്ടിച്ചോ ബേക്കിൽ ഒട്ടിച്ചോ. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി. ഓക്കെ, ആ കുറച്ചും കൂടെ നീളത്ത് വെച്ചിട്ട് ഒട്ടിച്ചോ. യെസ് മതി. ഓക്കെ, മാറിക്കോ മോനെ. ഓക്കെ ഇപ്പൊ നമ്മള് എൻ്റെ ലെഫ്റ്റ് ലെഗിന്റെ അവിടെ ഇതേപോലെ തന്നെ ഈ ഭാഗത്ത് ചെയ്തതുപോലെ നമ്മൾ ഒട്ടിച്ചു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. കണ്ടോ, ഇതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു. ഓക്കെ, നമ്മുടെ കാലിവിടെയല്ലേ പ്ലേസ് ചെയ്തത്. ആൻഡ് ഇതിന്റെ ഇപ്പുറത്തെടുത്ത് നമ്മുടെ വെക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും കാല് വെക്കാൻ നേരത്ത് നീളത്തിൽ വെക്കില്ല, കറക്റ്റ് ഈ ഒരു പ്ലസ് സൈനിന്റെ ഈ ഭാഗത്ത് തന്നെ വരണം. ഓക്കെ, നമുക്കത് ചെയ്യാം. കാല് വെച്ചല്ലോ സുഹൃത്തുക്കളെ, ഇതെടുത്ത് പ്ലേസ് ചെയ്യുക. ഓക്കെ, പ്ലേസ് ചെയ്തു, രണ്ട് ലെഗും ബെൻഡ് ചെയ്തു, ബോഡി സ്ട്രെയിറ്റ് ആക്കി. സിമ്പിൾ. ഇതാണ് സൗത്ത് പാ സ്റ്റാൻസ്. സോ സുഹൃത്തുക്കളെ, നമ്മളപ്പോ സൗത്ത് പാ സ്റ്റാൻസിലും അതേപോലെ തന്നെ ഓർത്തഡോക്സ് സ്റ്റാൻസിലും നിൽക്കാൻ പഠിച്ചല്ലോ. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട എന്താണ്? കൈ ക്ലെഞ്ച് ചെയ്യുക. ക്ലെഞ്ച് ചെയ്യാൻ പഠിച്ചാലല്ലേ കറക്റ്റ് നമ്മൾ കൈ ക്ലെഞ്ച് ചെയ്താലേ നമുക്ക് ഇടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്കിനി കൈ ക്ലെഞ്ച് ചെയ്യുന്ന ഏത് രീതിയിലാണ് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്ന ടെക്നിക്ക്, കൈ ക്ലെഞ്ച് ചെയ്യുന്നതിന്റെ ടെക്നിക്ക് ബോക്സേഴ്സ് മാത്രമല്ല എല്ലാ മാർഷൽ ആർട്ടിസ്റ്റുകളും ക്ലെഞ്ച് ചെയ്യുന്ന ഈ സെയിം ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, മെയിനായിട്ട് അത് നോട്ടീസ് ചെയ്യുക. സോ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും കൈ ഇതേപോലെ തന്നെ വെച്ചേ. ഓക്കെ, എല്ലാവരും വെച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് ആദ്യം മടക്കുക. ഓക്കെ, മടക്കി ഈ ലെവലിൽ ടച്ച് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ടച്ച് ചെയ്ത് വെക്കുക. ഓക്കെ, ടച്ച് ചെയ്ത് വെച്ചല്ലോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്ക്യൂസ് ചെയ്യുക, കൈ സ്ക്യൂസ് ചെയ്ത് വെക്കുക. സോ നമ്മുടെ തള്ള വിരൽ ഇനി ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ, തള്ള വിരൽ നമ്മുടെ ഈ ഭാഗം, ഓക്കെ, ഈ ഭാഗം ശ്രദ്ധിച്ച് നോക്കി, ഈ ഭാഗം ഇവിടെ നമ്മുടെ തള്ള വിരൽ കൊണ്ട് പ്ലേസ് ചെയ്യുക. സിമ്പിൾ. പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൈ സ്ട്രെയിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ഇരിക്കും. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ഗ്രിപ്പ് സ്ട്രെങ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. സോ സുഹൃത്തുക്കളെ, നമ്മളപ്പോ ഇന്ന് എന്തൊക്കെ പഠിച്ചു? കൈ ക്ലെഞ്ച് ചെയ്യാൻ പഠിച്ചു, അതേപോലെ തന്നെ സ്റ്റാൻസിൽ നിൽക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഞാൻ ലെഫ്റ്റി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? സൗത്ത് പാ സ്റ്റാൻസിൽ നിൽക്കും. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വശമായിട്ടുള്ള ഭാഗം, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ, ആ രീതിയിൽ നിങ്ങൾ നിൽക്കുക. അതിൽ ഓർത്തഡോക്സ് സ്റ്റാൻസിലായിക്കോട്ടെ, സൗത്ത് പാ സ്റ്റാൻസിലായിക്കോട്ടെ, ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാൻസ്, റൈറ്റ് ഹാൻഡ് സ്റ്റാൻസ്. ഓക്കെ, നോട്ടീസ് ചെയ്യുക, അതിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ, എല്ലാവരും നോക്കുക, ഈ ലെവലിൽ തന്നെ ചെയ്ത് പഠിക്കുക. അറ്റൻഷനായിട്ട് നിന്നല്ലേ. ഓക്കെ, എൽ ഷേപ്പിൽ വെച്ചു, കാല് നേരെ സ്ട്രെയിറ്റ് വെച്ചു, ആൻഡ് പ്ലസ് സൈൻ, ഉപ്പൂറ്റിയുടെ അവിടെ നിന്ന് നമ്മൾ ഒരു പ്ലസ് സൈൻ വരച്ചു. ആൻഡ് അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ കാലുകൊണ്ട് പ്ലേസ് ചെയ്തു, മുട്ട് രണ്ടും ബെൻഡ് ചെയ്തു, ബോഡി സ്ട്രെയിറ്റ് ചെയ്തു. ആൻഡ് ഇനി നമുക്ക് ക്ലെഞ്ച് ചെയ്യാം. 1 2 3. ഓക്കെ, നമ്മൾ പ്ലേസ് ചെയ്തില്ലേ. ഇനി ഈ കൈ എവിടെ വെക്കും? പല രീതിയിൽ നമുക്ക് വെക്കാം. ഓക്കെ, നമ്മളെ ഫേസിൽ നമുക്ക് പല രീതിയിലും വെക്കാം. സോ ബിഗിനർ ആയതുകൊണ്ട്, നിങ്ങൾ പഠിച്ചു വരുന്നത് കൊണ്ട്, നമുക്കപ്പം നോർമലി എല്ലാ കുട്ടികളെയും ഫസ്റ്റ് ബേസിക് ലെവലിൽ കൊണ്ട് പഠിപ്പിക്കുന്ന ആ ഒരു ലെവലിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫേസിൽ ഇവിടുത്തെ നമ്മളെ ചീക്ക് ബോൺ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ചീക്ക് ബോൺ. ഈ ചീക്ക് ബോണിൽ നമ്മൾ ക്ലെഞ്ച് ചെയ്ത് പിടിച്ചല്ലോ. ക്ലെഞ്ച് ചെയ്ത് പിടിച്ച നമ്മുടെ തള്ളവിരലിൽ നിന്ന് നമ്മുടെ അടുത്ത വിരൽ 1 2, ഈ രണ്ട് വിരലുണ്ടല്ലോ. ഓക്കെ, ഈ രണ്ട് വിരലുണ്ടല്ലോ, ഈ രണ്ട് വിരൽ നമ്മളെ ചീക്ക് ബോണിലെടുത്ത് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തല്ലേ, ഇനി ചിൻ ഡൗൺ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഭാഗത്ത് ഗാർഡ് ഓപ്പൺ അല്ലേ, ഇതാണ് ക്ലോസ് ചെയ്യുക. ആദ്യം നമ്മൾ ക്ലോസ് ചെയ്യാൻ നേരത്തെ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും, കൈ കഴിക്കും, ഭയങ്കര പെയിനൊക്കെ ആയിരിക്കും.
പക്ഷേ സുഹൃത്തുക്കളെ, ട്രസ്റ്റ് മീ, ആദ്യത്തെ ഒരു 2 വീക്സ് മാത്രമേ നിങ്ങൾക്ക് ആ പെയിൻ കാണത്തുള്ളൂ. പിന്നെ അതങ്ങ് നിങ്ങൾക്ക് അങ്ങ് അഡാപ്റ്റ് ആയിക്കോളും. ഓക്കെ, സോ നമുക്കപ്പോൾ ചെയ്യാം. പ്ലേസ് ചെയ്തു, വെച്ചിട്ട് ചിൻ ഡൗൺ ചെയ്തു. ഓക്കെ, നമുക്കിനി ഇത് ഒരു 10 ടൈംസ് ചെയ്യാം. അറ്റൻഷൻ ആയിട്ട് നിന്നു. 1 2 3 4 5 6 7 8. ഓക്കെ, 1 2 3 4 5 6 7 8. Okay, 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. Okay, 1 2 3 4 5 6 7 8. Okay, 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. Okay, once more. 1 2 3 4 5 6 7 8. സോ സുഹൃത്തുക്കളെ, നമ്മളിത് ഒരുപാട് വട്ടം ട്രെയിൻ ചെയ്യുക. ഓക്കെ, എന്നാലേ ഈ സ്റ്റാൻസ് നമുക്ക് കറക്റ്റ് ആവത്തുള്ളൂ. സ്റ്റാൻസ് കറക്റ്റ് ആക്കിയാലേ എന്ത് പറ്റൂ, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്യുക. സ്റ്റാൻസ് വരച്ച് തന്നെ പഠിക്കുക. ഒരുപാട് വട്ടം, 50 വട്ടം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ സിലബസ് കറക്റ്റ് ചെയ്യുക. ആൻഡ് വീട്ടിലായതുകൊണ്ടും എനിക്കറിയാം നിങ്ങളിൽ ഭൂരിഭാഗം പേരും വീട്ടിൽ നിന്ന് ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളപ്പം സെൽഫായിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു മാസ്റ്ററോ കോച്ചോ നിങ്ങൾ അടുത്ത് കാണത്തില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ മിററിൽ പോവുക. ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നിങ്ങളെ തന്നെ ഒരു കോച്ചായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ആൻഡ് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തിട്ട് എൻ്റെ ബോഡി നല്ല ബെൻഡാണോ, ഓക്കെ, അത് സ്ട്രെയിറ്റ് ചെയ്യുക. 2 മുട്ടും കറക്റ്റ് ലെവലിലാണോ ചെയ്യുന്നത് അത് നോക്കുക. ചിൻ ഡൗൺ ചെയ്യുക, കൈ രണ്ടും വെക്കുക. ഇതെല്ലാം മിററെ നോക്കി നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ഗ്രാജുവലി നിങ്ങൾക്ക്, ഞാൻ ഉറപ്പ് പറയുന്നു, വിത്തിൻ ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ 2 ഡേയ്സ് നിങ്ങൾക്ക് സ്റ്റാൻസ് കറക്റ്റ് ആവാൻ പറ്റും. സോ സുഹൃത്തുക്കളെ, സ്റ്റാൻസ് നിങ്ങൾ പഠിച്ചല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ മൂവ്മെന്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റാൻസിൽ നിന്ന് എങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം, ഫ്രണ്ട് ആൻഡ് ബാക്ക്, സൈഡ്, ഇതെങ്ങനെ ചെയ്യാം എന്നാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ സുഹൃത്തുക്കളെ, എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. സോ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.